ഇന്ന് നമ്മൾ ഒരു പുളിപയർ തോരനാണ് തയ്യാറാക്കുന്നത്. നമുക്ക് അത് ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഇതുപോലെ കാണുന്നുണ്ടല്ലോ, ഇതേപോലെ നല്ല നമ്മുടെ ചേനപ്പയറുണ്ടല്ലോ, ചേനയിലൊക്കെ ഇടുന്ന പയർ, അത് പച്ചപ്പയർ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3-4 എണ്ണം അരിഞ്ഞും കൂടെ അതിൻ്റെ കൂടെ പച്ച അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം പൊളിച്ചതാണ്, നല്ല മൂത്ത പയറായിരുന്നു. അത് നമുക്ക് എങ്ങനെ തോരൻ വെക്കാം എന്ന് നോക്കാം. നമുക്ക് തോരൻ വെച്ച് നോക്കാം. അത് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പയർ അങ്ങനെ തന്നെ ഇടുകയാണ്, കടുകൊന്നും പൊട്ടിക്കുന്നില്ല, നേരിട്ട് ഇടുകയാണ്. ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത്, കുറച്ച് ഉള്ളി എന്ന് പറഞ്ഞാൽ സവാളയാണ്. സവാള ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞത് നിങ്ങൾ ആവശ്യത്തിന് ഇടാൻ കേട്ടോ. ഒരുപാട് മധുരച്ചോവ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അല്പം എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞത്, അത് ഒരു മുട്ടയ്ക്കൊക്കെ മുട്ട റോസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ അരിയില്ല എന്ന പോലെ ചതുരത്തിൽ അരിഞ്ഞ് ചെറുതാക്കി എടുത്തത്. പിന്നെ അതുപോലെ കാന്താരി ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമ്മൾ പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം കേട്ടോ, പച്ചമുളക് ചേർത്താലും മതി. ഞാനിവിടെ കാന്താരിയാണ് എടുത്തേക്കുന്നത്. എനിക്ക് കാന്താരി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ കാന്താരി തന്നെയാണ് അതിടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് കാന്താരി ഒരു 5-6 കാന്താരി അത് വട്ടത്തിലരിഞ്ഞത്, അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ളൂ. പിന്നെ സവാള അതും ചേർത്തു. ആവശ്യത്തിനുള്ള തേങ്ങ ഇത്രയും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്ന പയറിനനുസരിച്ച് എടുത്തോളുക. ഇതിപ്പം ഞാനൊരു ചെറിയ പ്ലേറ്റ് നിറയെ എടുത്തിട്ടുണ്ട്. വേണമെങ്കിലും ഇടാം, ആവശ്യത്തിന് എടുക്കുന്നതിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ അല്പം കറിവേപ്പില, കഴുകിയിട്ടുണ്ട്. അല്പം കരിവേപ്പില, പാകത്തിന് ഉപ്പ്, ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, പയറായതുകൊണ്ട് അല്പം നേരം കഴിയട്ടെ. ഉപ്പ് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ചേർക്കുന്ന കുറച്ചുകൂടി നല്ലത്. എന്നുവെച്ചാൽ പയറല്ലെങ്കിൽ വേവ് പെട്ടെന്ന് വേവില്ല എന്നൊക്കെ പറയുന്നേക്കാം പഴമക്കാർ. അതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും പച്ചപ്പയറല്ലേ വേഗമായിരിക്കും. എങ്കിലും ഞാനത് പരീക്ഷണം നടത്തുന്നില്ല. നമുക്ക് അല്പം കഴിഞ്ഞിട്ടിടാം, അത് തിളക്കട്ടെ. തിളച്ചൊന്നായിട്ട് ഇടാം. ഇപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം വേണ്ട. ഒരു 1/4 ഗ്ലാസ് വെള്ളം, ഒത്തിരി നകക്ക വെള്ളമൊന്നും ഒഴിക്കേണ്ട. ചെറു തീയിൽ ഇത് കിടന്ന് വെന്തോളും. ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് പൊത്തി വെക്കാം, പൊത്തി അടച്ചു വെക്കാം. സ്റ്റൗ ഓണാക്കാം കേട്ടോ. ഇനി സ്റ്റൗ ഇതുവരെ ഞാൻ ഓണാക്കിയില്ലായിരുന്നു, ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിനി ഇത് അടച്ചു വെക്കാം. ചെറിയ തീയിലിരുന്ന് വേകട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. മീഡിയത്തിൽ ഒന്ന് തിളച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതി. ഇപ്പോൾ ആദ്യം ഒന്ന് തിളക്കട്ടെ, നമുക്ക് അടച്ചു വെക്കാം. നമുക്ക് തുറന്ന് നോക്കാം. വെള്ളം ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇളക്കി ഒന്നിട്ട് കൊടുക്കാം, എന്നിട്ട് ചെറിയ തീയിൽ വെക്കണം. ഇനി നമുക്ക് ഈ സമയത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത്ര ഉപ്പിട്ടില്ലായിരുന്നല്ലോ, ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഒരു പകുതി തിളയായിട്ടുണ്ടല്ലോ, പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇളക്കി വെക്കാം.
ഇത്രയേ ഉള്ളൂ പണി. തിരുന്ന് വെന്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. വേറെ ഒന്നും ഇനി ചേർക്കാൻ അല്പം വെളിച്ചെണ്ണയും കൂടെ മാത്രമേ ഇറക്കുമ്പോൾ ചേർക്കാനുള്ളൂ വെന്ത് കഴിയുമ്പം. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിട്ടാണ് അത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിളക്കി വെക്കുന്നത്. അല്പം കുരുമുളക്, അത് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ, ഞാൻ സാധാരണ ഇടാറുണ്ട്. ഞാൻ ചെറിയ തീയിലിരുന്ന് അറിയാം, ആ വേവ് മതി. പയർ പെട്ടെന്ന് വരും. നമുക്ക് പയറായൊന്ന് തുറന്ന് നോക്കാം. ചെറു തീയിലായിരുന്നു വെച്ചിരുന്നത്. ആരും കൈയൊന്നും പൊളിക്കാതെ വേണം ചെയ്യാണ്ട്. വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. വെന്ത് പയർ കണ്ടപ്പോൾ അറിയാം. ഉപ്പുണ്ടോയെന്ന് നോക്കാം പാകത്തിന്. ഇല്ലെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കണം. ഇതാ വെള്ളമെല്ലാം പറ്റി. ഉപ്പൊക്കെ ഉണ്ട്. ഇതിലേക്ക് അല്പം കുരുമുളക് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു സ്മെല്ലിന് വേണ്ടി. എനിക്കിഷ്ടമുണ്ടെങ്കിൽ ചേർക്കാൻ മതി കേട്ടോ, ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഒന്ന് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അടച്ച് വെക്കാം. പണി കഴിഞ്ഞു കേട്ടോ. ഞാൻ അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ്. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണയുടെ മണം അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ പയറുതോരന് ടേസ്റ്റ് കൂട്ടുന്നത്. പച്ചവെളിച്ചെണ്ണയുടെ കടുക് ഇതിന് നമ്മൾ പൊട്ടിക്കുന്നില്ല, പച്ചയ്ക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ചെയ്യുന്ന ഇറക്കാൻ നേരത്ത്. അതാണ് ഇതിൻ്റെ പോയിന്റ്. നമ്മുടെ പയറുതോരൻ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഈ രീതിയിൽ നിങ്ങൾ പുളിപയർ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും കണ്ടവർക്കെല്ലാവർക്കും നന്ദി.